പുട്ടിന്റെ തള്ളുകഥ കേട്ട് കേട്ടാണ് പഴത്തിന് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഇടയ്ക്ക് ഞാൻ സ്പായിൽ പോകും, മേത്തോടി ആവി കയറുമ്പോ ഒരു സുഖമുണ്ടല്ലോ. പഴം അവനെ താല്പര്യത്തോടെ നോക്കുന്നത് അവനും ശ്രദ്ധിക്കാതിരുന്നില്ല. ഒരിക്കൽ ടി വിയിൽ പ്രേമം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പഴത്തിന് തോന്നി അവൾക്ക് പുട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടെന്ന്. അവനോട് തന്റെ പ്രണയം പറയാൻ കാത്തിരുന്ന പഴം 2 ദിവസം പുട്ടിനെ കണ്ടില്ല. അവൾ വിഷമത്തോടെ മേശപ്പുറത്തെ ഗൂർഖയായ ജഗ്ഗിനോട് കാര്യം തിരക്കി. പുട്ട് പപ്പടത്തിന്റെ കൂടെ കറങ്ങാൻ പോയില്ല മോളെ. അവളത് വിശ്വസിച്ചില്ല. പിറ്റേ ദിവസവും അവനെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ ഗ്ലാസ് പറഞ്ഞു, പുട്ട് കടലക്കറിയുടെ കൂടെ കടല് കാണാൻ പോയി പെണ്ണേ. പാവം പഴം അതും വിശ്വസിച്ചില്ല. വരുന്ന ആളുകളിൽ പുട്ട് ബീഫിന്റെ കൂടെ കോഫി കുടിക്കാൻ പോയെന്നും പയറിന്റെ കൂടെ എയർ ഇന്ത്യയിൽ പോയെന്നും ഒക്കെ കേട്ടിട്ടും പഴം തന്റെ പുട്ടിനെ അവിശ്വസിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞ് പുട്ട് വന്നപ്പോൾ അവൾ വികാര വായ്പോടെ അവനെ ശകാരിച്ചു. നീ ഇതെവിടായിരുന്നു? ഇവിടെ ഓരോരുത്തരും നിന്നെപ്പറ്റി എന്തൊക്കെയാ പറയുന്നേന്ന് അറിയാമോ? അവൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ തടഞ്ഞില്ല. ഉമ്മ വെച്ചപ്പോൾ കുതറി മാറിയില്ല. അവൻ അവളോട് ഇഴുകി ചേർന്നപ്പോൾ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇനി നീ പപ്പടത്തിന്റെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ പോകില്ലല്ലോ. അവൻ ഇല്ലെന്ന് തലയാട്ടി. നേരം വെളുത്തപ്പോൾ അവൻ അവളെ ഒരു യാത്രയ്ക്ക് കൂടെ കൂട്ടി. കാറ്റത്ത് തണുത്തുപോയ പുട്ട് സ്റ്റീം ബാത്ത് എടുക്കാൻ കയറിയപ്പോൾ അവളെയും ഇഡ്ഡലിപ്പാത്രത്തിൽ നിർബന്ധിച്ച് കയറ്റി. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആവി കൊണ്ട പഴം പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ പുഴുങ്ങി തളർന്ന അവശയായിരുന്നു. അതേസമയം ആവി കൊണ്ട് ഉഷാറായി പുറത്തേക്ക് വന്ന പുട്ട് അവളെ തിരിഞ്ഞു നോക്കാതെ സ്ഥലം വിട്ടു. മരണത്തോട് മല്ലിട്ട പുഴുങ്ങിയ പഴം ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി. അവന്റെ കൂടെ പോയ പപ്പടത്തെയും കടലക്കറിയെയും മറ്റു പെണ്ണുങ്ങളെയും പിന്നീട് ആരും കാണാത്ത എന്താണെന്ന്. അപ്പോ മറ്റൊരിടത്ത് ആർക്കും മനസ്സിലാവാത്ത ആ സൈക്കോ പുട്ട് പയറിനൊപ്പം സല്ലപിക്കുകയായിരുന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.